ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അലീനാസ് ആർട്ട് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിങ്ങനെ ഒരു ഈദ് സ്പെഷ്യൽ വർക്കായിട്ടാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൽ ഞാൻ ഒരു മിനാറിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് എന്തായാലും നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് യെല്ലോ കളർ അക്രിലിക് പെയിൻ്റ് ആണ് വേണ്ടത്. പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷ് വേണം. ഇനി നമുക്ക് ആ ഒരു മിനാറിൻ്റെ ഷേപ്പ് നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തതിനകത്ത് നമുക്ക് യെല്ലോ പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ള് ഒരു ഹാഫ് പോർഷൻ ഒഴിച്ച് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യെല്ലോ കളറിന് പകരം മറ്റ് കളേഴ്സും യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു ഗോൾഡൻ ടച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു യെല്ലോ കളറും പിന്നെ ഒരു ബ്രൗൺ കളറും കൂടെ കുറച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നമ്മുടെ ആ ഒരു മിനാറിലോട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ ടച്ച് വരുന്നുണ്ട് ആ ഒരു മിനാറിനെ കാണുമ്പോൾ. ഇനി നമുക്ക് ഫെവിക്കോൾ എടുത്ത് നമ്മൾ ആ ഒരു പെയിൻറ്റ് ചെയ്യാത്ത ഭാഗത്ത് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഞാൻ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡൻ കളറ് ഗ്ലിറ്ററാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മൾ ആ ഫെവിക്കോൾ അപ്ലൈ ചെയ്തെടുത്ത് നമുക്ക് ആ ഒരു ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് ഭാഗത്തായിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തെടുത്തൊക്കെ ഞാൻ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ആണ് വേണ്ടത്. പിന്നെ നമുക്കൊരു വൂളൻ ത്രെഡ് വേണം. ഇവിടെ നമുക്ക് നമ്മുടെ മുകളിൽ നിന്ന് കുറച്ച് ലെങ്ത് എടുത്ത് നമ്മളിപ്പോൾ വേറൊരു പേപ്പറിനകത്ത് ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും എത്ര സൈസാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും സൈസിൽ വെച്ച് നമുക്ക് ആ ഒരു വൂളൻ ത്രെഡ് എടുത്ത് കട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ഈദ് മുബാറക്കിൻ്റെ ബാക്കിലോട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഞാൻ പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണിന് പകരം ഫെവിക്കോളൊക്കെ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ വേണം. ഞാനിപ്പോൾ റോസ് ഫ്ലവറാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എങ്ങനെ ഈ റോസ് ഫ്ലവർ ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ ആ ഒരു റോസിൻ്റെ ഫ്ലവർ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലവർ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവൂ. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു വർക്കിന് നല്ല ഭംഗി വരുള്ളൂ. ഇപ്പോൾ നമ്മൾ 4 ഫ്ലവേഴ്സാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു വർക്കിനെ കാണാൻ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.